Hi friends, welcome back to EYESOPEN. ഇത് നമ്മുടെ കണ്ണു തുറക്കൂ എപ്പിസോഡ് 6 ആണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് സ്കിൻ സ്മൂത്ത് ചെയ്യാം, നല്ല പെർഫെക്റ്റ് ആയ സ്കിന്നൊക്കെ സ്മൂത്ത് ചെയ്ത് ഡോട്ട്സ് എല്ലാം മാറ്റി പൊളിയാക്കാം. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ്, നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡ് കാർഡിൽ ഈ വീഡിയോ വരും. എങ്ങനെയാണ് നിങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുക. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഒന്നും അല്ല, ഈ ഫോട്ടോഷോപ്പ് റിയൽ ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഈ രണ്ട് വീഡിയോ കൂടെ നിങ്ങൾ ഒത്ത് കാണുക. അതായത് ഈ വീഡിയോ എൻഡ് ചെയ്ത് ആ എൻഡ് കാർഡിന് ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് പോയി അതും ഫുള്ള് കാണുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപയോഗപ്പെടും. ഓക്കെ, അപ്പൊ പറഞ്ഞ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ നമ്മൾ ഈ കണ്ടന്റ്സ്, അതായത് നമ്മൾ ഈ കണ്ടന്റുകളൊക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, EYESOPEN, അതുപോലെ തന്നെ EYESOPEN ഫോർ ഗേൾസ്. അപ്പോ EYESOPEN ഫോർ ബോയ്സിന്റെ വാട്സ്ആപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗേൾസിന് എന്റെ ഇൻസ്റ്റാഗ്രാം ID അവിടെ കൊടുത്തിട്ടുണ്ട്. DM ചെയ്ത് നമുക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് അവരുടെ ഗ്രൂപ്പുകളാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ സബ്ജക്ട് ഇതാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ. ലെറ്റ്സ് ഇൻട്രോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് സ്കിൻ സ്മൂത്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളൊരു ഫോട്ടോ ഇതിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ഇപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരു ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഈ ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കണ്ട ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഒരു ക്യാൻവാസ് സൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. റെസൊല്യൂഷൻ, അതുപോലെ ഇഞ്ചാണോ പിക്സൽസ് ആണോ അതുകൂടെ സെലക്ട് ചെയ്യാം. നെയിം ഇവിടെ കൊടുക്കാം. അതുപോലെ ബ്ലാക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇവിടെ sRGB എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ടേക്കുക. കാരണം നിങ്ങൾ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു കളർ സ്പേസ് ടോട്ടലി മാറി ഒരുമാതിരി വേറൊരു കളർ ടോൺ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങൾ എപ്പോഴും ഈ sRGB എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്താൽ നമുക്കൊരു പുതിയ ക്യാൻവാസ് നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് ഓപ്പൺ ആവും. അടുത്ത നമുക്ക് എങ്ങനെയാണ് ഒരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. ഒന്നേ നിങ്ങൾ ഇവിടെ ഫയൽ ഓപ്പൺ പോവുക. ഫയൽ ഓപ്പൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നേരെ നോക്കി അവിടെ അതിന്റെ ഷോർട്ട് കട്ട് എഴുതിയിട്ടുണ്ട്, Ctrl+O. അതുപോലെ അപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് Ctrl+O കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫയൽ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഒരു ഫയൽ മാനേജറിൽ നിന്ന് ഒരു പിക്ചറിനെ ഡയറക്റ്റിലേക്ക് വലിച്ചിടുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിനകത്ത് ഇട്ടാലും മതി, കറക്റ്റ് ഇനി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് നമുക്കിവിടെ എന്താ പറയുക സ്കിൻ സ്മൂത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം മുഖമൊക്കെ കണ്ട് അറിയാമല്ലോ, ഷാർപ്പൊന്നുമില്ല, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പിക്ചറാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ടൂൾ ബോക്സ്, നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ടൂൾ ബോക്സ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും ഒന്നും പറയുന്നില്ല. ഇത് ലെയർ പാനലാണ്. അപ്പോൾ ഈ ബാക്കിയൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡൊന്നും ആയിരിക്കത്തില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ സ്റ്റൈലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ അതിനായി നിങ്ങൾ മസ്റ്റായിട്ടും ഫസ്റ്റ് ചെയ്തിരിക്കേണ്ട കാര്യം, നമ്മളെ ഫേസിലുള്ള ഇതുപോലുള്ള കറുത്ത ഡോട്ട്സും ഇമാതിരി പാടുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ മുമ്പേ ഇങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു സ്മൂത്ത് ചെയ്തിട്ടും നമ്മളെ ഫേസ് ഒരുമാതിരി അവിടെയൊക്കെ ഒരു കളർ ടോൺ ആയി പോകും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഫേസിലുള്ള ഈ കറുത്ത ടോൺസൊക്കെ എല്ലാം മാറ്റിക്കളയുക, ഡോട്ടുകളെല്ലാം മാറ്റിക്കളയുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ടൂൾ ബോക്സിനകത്ത് നിന്നാണ്ട് ഇവിടെ ഒരു പാച്ച് ടൂളാണ് ഈ കിടക്കുന്നത്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ടൂൾസും പറ്റും. നമുക്ക് സാധാ ഫെമിലിയർ ആയിട്ടുള്ള ടൂളാണ് ഇവിടെ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നും പറയുന്നില്ല, ഞാൻ ആ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ തന്നെ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് നിൽക്കട്ടെ, ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹാർഡ്നെസ് കുറയ്ക്കാം, സ്പേസിങ് എങ്ങനെയാണ് ചെയ്യാം.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്, ഇതുപോലെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ആ പിക്ചറിലുള്ള ഈ ഒരു ഡോട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫേസിലുള്ള ഇതുപോലത്തെ ഡോട്ട്സൊക്കെ എല്ലാം അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ കാണിക്കുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്, കാരണം ഒരുപാട് ഇങ്ങനെ ഡോട്ട് ചെയ്യുന്നുണ്ട് ബോറടിക്കും. അപ്പം കറക്റ്റ് നിങ്ങളുടെ ഫേസിലുള്ള ഇതുപോലത്തെ ഡോട്ട്സുകളെല്ലാം ഒരുവിധം എല്ലാം എടുത്ത് കളയുക. ഓക്കെ, കളഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ അപ്പോൾ ഇതിൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. ഞാനിപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സ്കിന്നൊക്കെ അത്യാവശ്യം ഡോട്ട്സൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ എല്ലാം കളഞ്ഞതിന് ശേഷം അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതായത് ഇവിടെ നമ്മൾ ലെയർ പാനലിൽ നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട് ഒറ്റ ലെയർ കിടപ്പുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ കീബോർഡിൽ Ctrl+J അടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് താണ്ടി ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ഇതിൽ കൊണ്ട് മുട്ടിച്ചാലും മതി, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ Ctrl+J അടിച്ചിട്ട് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നിങ്ങൾ ഫിൽറ്റർ, ഇവിടുത്തെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്യാമറ റോ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്കും മിക്കുള്ളവർക്കും അറിയാവുന്നതാണ് ക്യാമറ റോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പിക്ചറിനെ ഒന്ന് സൂം ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതാ സിമ്പിളായിട്ട് ഇവിടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഈ ഒരു ടാബിനകത്ത് കയറുക. എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു കൂടുതലും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ടാബാണ്, ഷാർപ്പ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഫേസ് സ്മൂത്ത് ആവണമെന്ന് നമുക്ക് നോക്കാം. എന്താ ഈ താഴെ കാണുന്ന നോയ്സ് റിഡക്ഷൻ എന്നുള്ള ഈ ടാബിൽ നിങ്ങൾ ഇതാണ്ട് ഈ ഒരു സ്ലൈഡർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതാ സ്കിൻ കണ്ടോ? നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് നിങ്ങളുടെ സ്കിൻ സ്മൂത്ത് ആവേണ്ടത് അത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സ്ലൈഡർ വെച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. മറ്റ് ഐഡിയാസ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. എങ്കിൽ പോലും ഇത്രത്തോളം സ്മൂത്തിങ് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ വീണ്ടും 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 അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇവിടെ നമുക്കൊരു ബാലൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എത്ര വേണോ സ്മൂത്തിങ് എന്നത്. കണ്ടോ, ഇപ്പോൾ ഓവറാണ്. ഇതിപ്പോൾ നമ്മളെ ടോട്ടൽ ഇമേജ് ആണ് ബാധിക്കുന്നത്. ഇതെങ്ങനെ നമ്മളെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാമെന്നും കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ നോക്കുക. അപ്പോൾ ഇതാ നമുക്കിപ്പോൾ എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ഓയിൽ പെയിൻറ്റ് ഫീലാണ് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളൊരു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 50% മതി. ഓക്കെ, ഒരു 50, 60, 70, ഓക്കെ 70% മതി. എനിക്കിപ്പോൾ ഇത് മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ഷാർപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇവിടെ ലൂമിനൻസ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഈ സ്ലൈഡർ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മൾ സബ്ജക്റ്റ് നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്, ഫേസൊക്കെ കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഫേസിൽ മാത്രമേ ഈ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുക, ഈ സ്മൂത്ത്നെസ് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെയ്യാൻ പോകുന്ന മാസ്കിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ നമ്മൾ ടോപ്പിക് കിടക്കുന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഇതാ ഈ തൊട്ട് താഴെയായിട്ട് ഇവിടെ മാസ്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഒരു ബോർഡ് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? Ctrl+I പ്രസ് ചെയ്യണം. അപ്പം ഇൻവെർട്ട് ചെയ്യുന്നതാണ് Ctrl+I. അപ്പോൾ ഇൻവെർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു എഫക്റ്റ് അങ്ങ് ഹൈഡായി. ഇനി നമുക്കിതിനെ വിസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. ഇത് നേരത്തെ പോലെ നമ്മളെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ സൈസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ എനിക്കൊരു ഷോർട്ട് കട്ട് ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിതാ സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ ഇവിടെ കണ്ടോ ഈ ഫോർഗ്രൗണ്ട് കളർ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാസ്കിൽ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ മാസ്ക് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കളർ എന്താ ഈ ടോപ്പിൽ വരേണ്ട കളർ അത് ഈ സെറ്റ് ഫോർഗ്രൗണ്ട് കളർ, ഈ ഒരു ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കണം. ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ വൈറ്റ് ആയിരിക്കണം. നേരെ തിരിക്ക് ഇതിപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനാണെങ്കിൽ കീബോർഡിൽ എക്സ് അടിച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ വേറെ ഏതെങ്കിലും കളറാണ് ഇവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കതിനെ തിരിച്ച് ഈ ഒരു ഡിഫോൾട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ വെറും ഡി നമ്മളെ കീബോർഡിലെ വെറും ഡി പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എക്സ് അടിച്ചിട്ട് എങ്ങനത്തെന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ബ്രഷിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കറക്റ്റ് ആക്കുക. ഈ ഫ്ലോ ഒക്കെ താണ്ട് ഇവിടെ കണ്ടോ, ഈ ഫ്ലോ എന്നുള്ളതൊക്കെ ഒരു പകുതി ഇടാവും, ഇങ്ങനെ ഒരു 70% ഒക്കെ ഇടാവും. അത് കഴിഞ്ഞിട്ട് ഒപ്പാസിറ്റി കിടക്കട്ടെ ഫുള്ളും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പതിയെ നമ്മുടെ കണ്ണിനും അതുപോലെ ഈ മൂക്കിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഭാഗങ്ങളിലും ഈ ലിപ്പിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഇത് അപ്ലൈ ചെയ്യരുത്. നമ്മൾ നേരെ നമ്മുടെ സ്കിന്നിൽ മാത്രമായിട്ട് ഇത് അപ്ലൈ ചെയ്യുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ പറയുക ഡീറ്റെയിലിങ് പോകും.
അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ഹെയറിലൊന്നും അപ്ലൈ ചെയ്യരുത്. ഇത് നിങ്ങളെ ഫേസിൽ മാത്രമായിട്ട് ചെയ്ത്. ഇപ്പോൾ എൻ്റെ ഒരു ക്വാളിറ്റി ലോസ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് കിട്ടില്ല. എങ്കിൽ പോലും അടിപൊളിയായിട്ട് സ്മൂത്ത് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, നല്ലൊരു പിക്ചറിലൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് വരും. നിങ്ങളിങ്ങനെ മൊത്തത്തിൽ നിങ്ങളിങ്ങനെ ഇത് ചെയ്തെടുക്കുക, അതായത് പെയിൻറ്റ് ചെയ്തെടുക്കുക മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നമുക്ക് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സബ്ജക്റ്റിനെ ഇവിടെ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ആഫ്റ്റർ ബിഫോർ ഞാൻ കാണിച്ചിട്ട് കണ്ടോ, ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഇരുന്ന സ്കിൻ ഇങ്ങനെയായി. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക, ഇത്രയും വേണ്ട, നമുക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫില്ലെന്നോ അല്ലെങ്കിൽ ഒപ്പാസിറ്റി എന്നുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഇവിടെ കുറച്ചാൽ നമുക്ക് ഇതിനെ കറക്റ്റ് കുറയ്ക്കാനും അതുപോലെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇത് എത്രയാണോ വേണ്ടത് അത് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മെർജ് ലേയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് മെർജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് കർവോ എന്തെങ്കിലുമൊക്കെ ഇട്ടെടുത്താൽ സെറ്റ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കർവ് ഇടാം. കണ്ടോ, ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റിങ് ചെയ്യാതെയാണ് ആ വർക്ക് ചെയ്തത്. എന്നിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കർവ് ഇട്ടപ്പോൾ കറക്റ്റ് അതങ്ങ് മാച്ച് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചർ ഇതുപോലെ സ്കിൻ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് സ്കിൻ സ്മൂത്ത് ചെയ്ത്. ഞാൻ വളരെ ബേസിക് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു പ്ലഗിൻ ഉണ്ട്, പോർട്രേച്ചർ എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള പ്ലഗിനാണ്, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ്. ഈ ഒരു പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് കയറി ഡൗൺലോഡ് ചെയ്യുക. കാരണം അതുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടേണ്ട ഡോട്ട്സ് മാറ്റിയിട്ട് ജസ്റ്റ് അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പോർട്രേച്ചർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മച്ചാമാരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണ്ടേ, അതിനുവേണ്ടിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ അൻഷു ദ ഐസോപ്പൻ ഫോട്ടോഗ്രാഫി. ഇൻസ്റ്റാഗ്രാം ഐഡി ഇതാണ് ഇൻസ്റ്റാഗ്രാം ഐഡി. ഫോളോ ചെയ്യുക, ഫോട്ടോസ് കിടപ്പുണ്ട്, കയറി നോക്കുക, ഇഷ്ടമായ ഫോളോ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.